ഹായ് ഗൈസ്, കാറി വെച്ച് പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചെറിയ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കിത് ഈ ഒരു ടിപ്പ് എനിക്ക് യൂസ്ഫുൾ ആയി ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ഇയറിൽ പാനിക് അറ്റാക്ക് വന്നപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാനിക് അറ്റാക്ക് ഇൻസിഡന്റ് ആയിരിക്കും. കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ടൈമിലാണ് ഇത് സംഭവിച്ചത്. ഐ ഹാഡ് എ ഇഷ്യൂ വിത്ത് വൺ ഓഫ് മൈ ഫ്രണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ വണ്ടി എടുക്കുവാണ്. അപ്പോൾ അപ്പോഴേ എൻ്റെ മനസ്സിലുണ്ട് ഈ വണ്ടി ഞാൻ എടുക്കണോ, ഞാൻ ഊബറിൽ പോയാൽ മതിയോ. പക്ഷെ ഞാൻ കേട്ടില്ല. എൻ്റെ ഒരു സാഹചര്യം കാരണം ഞാൻ വണ്ടി എടുക്കേണ്ടി വന്നു. വണ്ടി എടുത്തു കഴിഞ്ഞ് ഒന്ന് ഹൈവേയിലോട്ടൊക്കെ കയറി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഐ വാസ് ഹാവിങ് ഡ്രൈവിംഗ് ആങ്സൈറ്റി ടു. സോ ഡ്രൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി വണ്ടി എൻ്റെ കയ്യിൽ നിൽക്കില്ല. പക്ഷെ വണ്ടി എടുത്തും പോയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഷിഫ്റ്റും ഉണ്ട് എനിക്ക്. സോ ഞാൻ വണ്ടി എടുത്തു തുടങ്ങി. ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആയിരുന്നു. ക്രിസ്മസിന് അത്യാവശ്യം നല്ല സ്നോഫോളൊക്കെ ആയിട്ട് റോഡ് ഭയങ്കര വേസ്റ്റ് ആയിരുന്നു. വേസ്റ്റ് ഇൻ ദ സെൻസ് അത്യാവശ്യം നല്ല സ്നോ ഒക്കെ ആയിട്ട് ഉള്ളൊരു ടൈം. എൻ്റെ ഫസ്റ്റ് വിന്റർ ആണല്ലോ. അപ്പൊ ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നുള്ളൂ. മെന്റൽ ഹെൽത്തും അത്യാവശ്യം ബാഡ് ആയിരുന്നു. സോ അപ്പോൾ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായി വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നും എൻ്റെ ഹാർട്ട് ഇങ്ങനെ കുറെ ആയിട്ട് ബീറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ എൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എക്സിറ്റ് തെറ്റിപ്പോയി. വേറൊരു എക്സിറ്റിലോട്ട് കയറി. എൻ്റെ കയ്യിൽ നിന്ന് ആകെ പോയി. എനിക്ക് ആകെ മൊത്തം ദേഷ്യവും സങ്കടവും ദ ഫിയർ ഓഫ് ദാറ്റ് ഐ എം ഗോണ ഡൈ ആ സംഭവമൊക്കെ വന്ന് ആകെ വണ്ടി കയ്യിൽ നിന്ന് പോയി. ഞാൻ എന്നിട്ട് എവിടെയും പുൾ ഓവർ ചെയ്യാനും സ്ഥലമില്ല, അത്രയും സ്നോ ആയിരുന്നു. ഞാൻ എന്നിട്ട് എവിടെയോ ഒരു റെസിഡൻഷ്യൽ ഏരിയ പോയി പുൾ ഓവർ ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് ഒരാളെ വിളിച്ചു. ഐ ഡidn't get that help ബിക്കോസ് ആ ആൾക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ പുച്ഛിച്ചു വിട്ടു. ഇതിനെപ്പറ്റി അവെയർ അല്ലായിരുന്നു. ഐ വുഡ് നെവർ സേ ലൈക്ക് ആ ആളുടെ പ്രശ്നമാണ്, പക്ഷെ അവെയർ അല്ലായിരുന്നു. സോ നിങ്ങൾ വിളിക്കുവാണ്, ഒരു ഹെൽപ്പിന് ഒരാളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഉറപ്പുള്ള ഒരാളെ വിളിക്കുക. അല്ലാതെ ടീസ് ചെയ്തോ ഇല്ല എന്ന് പറഞ്ഞു വിടുന്ന ഒരാളുടെ അടുത്ത് ജസ്റ്റ് ഡോണ്ട് ഗോ. അങ്ങനെ ഒരാളെ എക്സ്പെക്ട് ചെയ്യുക. വിളിക്കുമ്പോൾ വയസ്സായിട്ട് സെലക്ട് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞ് പുൾ ഓവർ ചെയ്ത് ആളെ വിളിച്ചു. എനിക്ക് കോള് കട്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ആകെ ദേഷ്യം വന്നു. ബിക്കോസ് ഞാൻ ഉദ്ദേശിച്ചൊരു റെസ്പോൺസ് അല്ല കിട്ടിയത്. കഴിഞ്ഞ് ഞാൻ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ വണ്ടി എടുത്തു പോയി. പക്ഷെ അപ്പോഴും ഞാൻ ബാക്ക് ടു നോർമൽ ആയിട്ടില്ല. ബിക്കോസ് എനിക്ക് ഷിഫ്റ്റും സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നില്ല. സോ എന്നിട്ട് എൻ്റെ കോവർക്കർ ഞാൻ ജോലിക്ക് വന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഷീ സെഡ് ദിസ് ഇസ് പാനിക് അറ്റാക്ക്, ഇതാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ എൻ്റെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഈ ഒരു ഇൻസിഡന്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇങ്ങനെ കാറി വെച്ച് പാനിക് അറ്റാക്ക് വരും. അങ്ങനെ പല സ്ഥലത്തും പാനിക് അറ്റാക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉള്ള ടിപ്സ് ഒക്കെ എനിക്ക് പറഞ്ഞത്. പക്ഷെ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഫസ്റ്റ് തിങ് ഇസ് പുൾ ഓവർ ദ കാർ. സെക്കൻഡ് തിങ് ഇസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഉറപ്പുള്ള ഒരാളെ വിളിക്കുക. തേർഡ് തിങ് ഇസ് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് ഒന്ന്